ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റമൂസ് വേൾഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അത് തയ്യാറാക്കുന്നത് ഞാനല്ല, മമ്മിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും പിന്നെ അല്പം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പം നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ പ്ലേറ്റിൽ കുറച്ച് ചിക്കൻ മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒക്കെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് നമ്മളിനി സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ടാണ്. ഇപ്പോൾ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് കറി ഒന്ന് വാങ്ങാൻ നേരം കുറച്ച് ഗരം മസാലയും കൂടെ ഫൈനലി നമ്മൾ ചേർക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലാണ് ഇവിടെ വെക്കുന്നത്, വിറകടുപ്പിലാണ് ഇവിടെ ചിക്കൻ കറി വെക്കുന്നത്. മമ്മി കൂടുതലും വിറകടുപ്പിലാണ് വെക്കുന്നത്. ഒരു വലിയൊരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് സവാള വഴറ്റുമ്പോൾ അതിൽ 2 പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അമ്മച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഐറുമോളും ഉണ്ട്. ഐറുമോളും ഇടയ്ക്ക് സവാളയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വെക്കാനും, എപ്പോഴും പഴയ കാലത്തൊക്കെ രീതിയാണല്ലോ നമ്മൾ അടുപ്പിൽ ഒക്കെ കറിയൊക്കെ വെക്കുക, ചോറൊക്കെ വെക്കുന്നത് പഴയകാല ഒരു രീതിയാണ്. ഇവിടെ മമ്മി പണ്ട് മുതൽ അടുപ്പിൽ തന്നെയാണ് കൂടുതലും വെക്കുന്നത്. പിന്നെ തോരനും അങ്ങനെയൊക്കെയുള്ള ഐറ്റമൊക്കെ വരുമ്പോൾ സ്റ്റൗ യൂസ് ചെയ്യും. ഐറുമോളാണ് ഇപ്പോൾ സവാളയൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് 2 തക്കാളിപ്പഴം കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സവാള നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് 2 തക്കാളിപ്പഴം കൂടെ ഒന്ന് നീളത്തിൽ മുറിച്ചത് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യണം. ആ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഐറുമോക്കും ഇസമോക്കും സ്കൂൾ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേ മോർണിംഗ് ആണ് എരുമേലി വന്നത്. സാറ്റർഡേ സൺഡേ 2 ഡേയ്സ് ഞങ്ങൾ എരുമേലിലുണ്ടായിരുന്നു. ആ ടൈമിലാണ് മമ്മി ഈ കുക്കിംഗ് ഒക്കെ ചെയ്തു തന്നത്. അപ്പം ചിക്കൻ കറി സൺഡേ സ്പെഷ്യലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയൊരു ചിക്കൻ കറി ആയിരുന്നു. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമോ അതുപോലെ ചപ്പാത്തി ചോറിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.